നമസ്കാരം. CPM-ന് വേണ്ടി ഗുണ്ടാപ്പണി എടുത്തുകൊണ്ട് ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ രാജകീയമായി വാഴാമെന്നും സർക്കാർ ഉദ്യോഗം കിട്ടുന്നത് പോലെ തന്നെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ലീവ് കിട്ടുമെന്നും അതിനുള്ള എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുമെന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ ഒരു പത്രവാർത്ത. ഇത് പറഞ്ഞത് ഒരു ആരോപണമൊന്നുമല്ല കേട്ടോ. മുഖ്യമന്ത്രി അടക്കം ഇവിടെ നിയമസഭയിൽ കൊടുത്തിട്ടുള്ള മറുപടിയാണ്. അതുകൊണ്ട് ഇത് കള്ളമാകാൻ സാധ്യതയില്ല. വാർത്തയും ഞാനൊന്ന് വായിക്കാം, ആ വിശദീകരണം ഒന്ന് പറയുകയും ചെയ്യും. ഇത് ആവശ്യമാണ്, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. ആർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കുന്നത്, ഇവർക്കൊക്കെ സിന്ദാബാദ് വിളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ ചിന്തിക്കാൻ ഇത് ഉപകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മനോരമ വാർത്തയാണ് കേട്ടോ. RMP നേതാവ് TP ചന്ദ്രശേഖരനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 3 പ്രതികൾക്ക് ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റത് മുതൽ നൽകിയത് 1000 ദിവസത്തെ പരോൾ. ഈ 1000 ദിവസത്തെ പരോൾ എന്ന് പറഞ്ഞാൽ 2.25 വർഷമുണ്ട്. ഇപ്പൊ 9 വർഷമേ ആയിട്ടുള്ളൂ പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം. 9 വർഷത്തിനിടയിൽ 2.25 വർഷം ആള് പുറത്താണ്. തീർന്നില്ല, ബാക്കിയോട് പറഞ്ഞിട്ട് സംസാരിക്കാം. 6 പ്രതികൾക്ക് 500 ദിവസത്തിലധികം പരോൾ അനുവദിച്ചുവെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA-യുടെ ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. 1081 ദിവസത്തെ പരോളാണ് KC രാമചന്ദ്രന് അനുവദിച്ചത്. ട്രൗസർ മനോജിനും സജിത്തിനും 1000-ലേറെ ദിവസം പരോൾ ലഭിച്ചു. മനോജിന് 1068 ദിവസവും സജിത്തിന് 1078 ദിവസവും TK രജീഷിന്, ബാക്കിയുള്ളവർക്കൊക്കെ 1000, അതുപോലെ 600, 700, 900 ഇങ്ങനെയാണ്. അതായത് 2.25 വർഷം, 3 വർഷം പരോള് അവർക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് അതിന് കാരണമായി പറയുന്നത് എന്നറിയോ? എമർജൻസി ലീവ്, ഓർഡിനറി ലീവ്, കോവിഡ് സ്പെഷ്യൽ ലീവ്, ഇങ്ങനെ 3 വിഭാഗത്തിലാണ് പരോൾ അനുവദിച്ചത് എന്ന്. എങ്ങനെയുണ്ട്? അതായത് കൊലക്കുറ്റത്തിന് ജയിലിൽ പോയ ഒരു പ്രതി, ആ പ്രതിക്ക് ഇന്നതിന് ലീവ്, ഇന്നതിന് ലീവ്, പിന്നെ അതിന് ലീവ്, ഇതിന് മീല്, പിന്നെ അലവൻസ്, അതുപോലെ ഗ്രാറ്റുവിറ്റി, ടീയ്, ബാറ്റ, ഇതൊക്കെ അങ്ങോട്ട് കൊടുക്കണം. ജയിലിൽ കിടക്കുന്നതിന് അങ്ങോട്ടൊക്കെ കൊടുക്കണം. ഇനിയിപ്പോ എന്താ, അത് കുറയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ 51 വെട്ടി ഇല്ലാതാക്കി, ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കിയതിനുള്ളതാണ് ഈ ലീവ് കാര്യങ്ങളെന്ന് പറയുന്നത്. കോടതി ശിക്ഷിച്ചെന്തിനാണ്? ശിക്ഷാ കാലാവധി ജയിലിൽ താമസിക്കാൻ വേണ്ടിയിട്ടാ, ജയിലിൽ അതിന് ശിക്ഷ അനുഭവിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാ കോടതി ശിക്ഷിക്കുന്നത്. എന്നിട്ട് അങ്ങനെ ശിക്ഷിച്ച് കോടതി ജയിലിലേക്ക് വിട്ടുകഴിഞ്ഞാൽ പിണറായി സർക്കാർ എന്ത് ചെയ്യുന്നു? അവർക്ക് ലീവ് അനുവദിച്ചു കൊടുക്കുന്നു. അവർക്ക് പുറത്തേക്ക് വരാം, കല്യാണം കഴിക്കാം, കൂടെ താമസിക്കാം, ബിരിയാണി വെക്കാം, കള്ളക്കടത്ത് നടത്താം, ഉള്ളിൽ മറ്റു കാര്യങ്ങൾ നടത്താം, ബിസിനസ് നടത്താം, എല്ലാം നടത്താം. അതായത് ജയിൽ എന്നത് വാടക കൊടുക്കാതെ താമസിക്കാൻ പറ്റിയ ഒരു സുഖവാസ കേന്ദ്രം എന്നതുപോലെയാണ് അവർക്ക് പെരുമാറാൻ പറ്റുന്നത്. അത്ര തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നത്? 3 വർഷം വരെ പുറത്താണ് അവർ. ഒരു 1.5 വർഷമെങ്കിലും ഇല്ലാത്ത ആരും തന്നെ ഇല്ല ഇവിടെ. ഇപ്പൊ ഏറ്റവും കുറവ് ഏതാണ്? 90 ദിവസത്തെ പരോള് 2018 ശേഷം കൊടിസുനിക്ക്. അത് മാത്രമാണ് ഏറ്റവും കുറവ് എന്നാണ് പറയുന്നത്. അതിനു മുമ്പുള്ളത് ഏതാ? MC അനൂപിന് 900 ദിവസത്തെ, ഷിനോജിന് 925 ദിവസത്തെ. ഇതൊക്കെ ഏതാണ്? 365 ദിവസമാണ് ഒരു ദിവസം എന്ന് പറയുമ്പോൾ 2 കൊല്ലം എന്തായാലും കിട്ടിയേക്കണേ. 2-2.5 കൊല്ലത്തെ പരോള് ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം കൊടുത്തു എന്ന് പറയുമ്പോൾ ഇവർക്ക് അത് ജയിൽ സുഖവാസ കേന്ദ്രമല്ലാതെ പിന്നെന്താണ്? ഈ കൊടിസുനിയൊക്കെ ജയിലിൽ കിടന്നുകൊണ്ട് കച്ചവടം നടത്തി, ഗുണ്ടാപ്പണി നടത്തി എന്നൊക്കെ പറയുന്നത് കേട്ടു. അവിടെ നാട് ഭരിക്കുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു, അല്ലേ? നമ്മുടെ പത്രവാർത്ത കണ്ടതാണ്. അതായത് അവർക്ക് പോലീസ് സംരക്ഷണയിൽ സുഖമായി വാടക കൊടുക്കാതെ ഒരു ലക്ഷറി ജീവിതം, നേരത്തിന് ഫുഡ് എല്ലാം ജയിലിൽ ഇങ്ങനെ കിട്ടും. ആവശ്യത്തിന് പരോള്, പുറത്തേക്ക് പോകാം, അവരുടെ കാര്യങ്ങളൊക്കെ നടത്താം, തിരിച്ചു വരാം. എത്ര മനോഹരമായ സംവിധാനമാണ് പിണറായി സർക്കാർ ഒരുക്കി കൊടുത്തേക്കുന്നത്. അപ്പോൾ TP ചന്ദ്രശേഖരന്റെ വധക്കേസിൽ അങ്ങനെയാണെങ്കിൽ CPM-ന്റെ ചട്ടുകമായി പല കേസുകളിൽ ഗുണ്ടാപ്പണി എടുത്തുകൊണ്ട് പലരെയും കൊന്നും വെട്ടിയും കുത്തിയും പരിക്കേൽപ്പിച്ചും കൊള്ള നടത്തിയും ഒക്കെ അകത്തു പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഇവർക്കൊക്കെ എങ്ങനെയായിരിക്കും അവിടെ പരിഗണന കിട്ടുക? ഒന്നാലോചിച്ചാൽ പോരെ, കാര്യങ്ങൾ മനസ്സിലാവൂലേ? എന്തുകൊണ്ടാണ് CPM-നെ ഗുണ്ടാപ്പണി എടുക്കാൻ ആളെ കിട്ടുന്നു എന്നുള്ള ഉത്തരവാദിത്തം ഇന്ന് കിട്ടും. ഇതില് നമുക്കറിയാവുന്ന കണ്ണൂരിൽ നടന്നിട്ടുള്ള ചില സംഭവവികാസങ്ങൾ ഇവിടെയാണ് നമ്മൾ അനാവരണം ചെയ്യേണ്ടത്. അതായത് അവിടെ ബോംബ് സ്ഫോടനം നടക്കുന്നു. ഈ ബോംബ് സ്ഫോടനം എങ്ങനെ നടക്കുന്നത്? നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സമയത്ത് കയ്യിലിരുന്ന് പൊട്ടുന്നു. ചിലപ്പോൾ കൈ നഷ്ടപ്പെടുന്നു, ചിലപ്പോൾ തല നഷ്ടപ്പെടുന്നു, ചിലപ്പോൾ ഒന്നാകെ നഷ്ടപ്പെടുന്നു, മരിക്കുന്നു, പരിക്ക് പറ്റുന്നു, ഇതൊക്കെ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഉടനെ പാർട്ടി ഒരു പ്രസ്താവന ഇറക്കും. അത് പാർട്ടിയുടെ ആൾക്കാരല്ല, പാർട്ടിയുമായി ബന്ധമില്ല, അനുഭാവികളായിരിക്കാം, നമ്മൾ അറിയില്ല, പാർട്ടി സംരക്ഷിക്കില്ല എന്നൊക്കെ. പിന്നെ അതിന് ശവമടക്കിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒക്കെ പാർട്ടി നേതാക്കന്മാർ തന്നെ മുന്നിൽ നിൽക്കും. അതിനുശേഷം
മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി അവിടെ സ്മാരകമൊരുക്കും. ഇതൊക്കെ പാർട്ടി തന്നെ ചെയ്യുകയും ചെയ്യും. അതായത് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന്. ഇങ്ങനെ ചാകാനും കൊല്ലാനും വേണ്ടി എങ്ങനെയാണ് ജനങ്ങൾ ഇറങ്ങുന്നതെന്ന് മനസ്സിലായില്ലേ? അവർ ചത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ശിഷ്ടകാലം പണിയെടുക്കാതെ രാജാവായി സുഖമായി സർക്കാർ സംരക്ഷണയിൽ, പോലീസ് സംരക്ഷണയിൽ അവർക്ക് ജീവിക്കാമെന്ന് പറയുമ്പോൾ ഇതിൽ പരം ആനന്ദം പിന്നെന്താണ്? കൈ നിറയെ പണം, ആവശ്യത്തിന് പ്രശസ്തി എല്ലാം കിട്ടും ഇല്ലേ? ഇപ്പൊ ടി പി ചന്ദ്രശേഖർ വധക്കേസിലെ പ്രതികൾ ജയിലിൽ പോയത് എന്തിനാണ് എന്ന് മനസ്സിലായല്ലോ. അവരെ ശിക്ഷിച്ചാൽ എന്ത്, ശിക്ഷിച്ചില്ലെങ്കിൽ എന്ത്? കോടതി ആരായി എന്നാണ് ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.